അഹാന കൃഷ്ണ വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ അടുത്ത കാലത്തൊന്നും ഇവരുടെ കുടുംബത്തിന് എയറിന് താഴെ ഇറങ്ങാൻ യോഗമില്ലെന്ന് തോന്നുന്നു. എപ്പോഴും ആരെങ്കിലും ആയിട്ട് ഇവരുടെ കുടുംബത്തിൽ എയറിൽ കാണും. എന്തായാലേ ഫുൾ ടൈം ഇങ്ങനെ എയറിൽ തന്നെ കുത്തിരിക്കുന്ന ഒരു ഫാമിലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല, മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല, അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. എന്തായാലും ഇത്തവണ അഹാന ഏറി കയറാനുള്ള കാരണം മറ്റൊന്നുമല്ല, അഹാനയുടെ സഹോദരിയായിട്ടുള്ള ദിയ കൃഷ്ണയുടെ മകന്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ആ വ്ളോഗിൽ ചില സംഭവ വികാസങ്ങളാണ് ഇപ്പൊ അഹാന ഏറി കയറ്റിയിരിക്കുന്നത്. ആർക്കെങ്കിലും കാണുമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ. അപ്പച്ചി അവിടെ ഇരുന്ന് നോക്കിക്കോ, അപ്പച്ചി അവിടെ ഇരുന്നു എന്നും പറഞ്ഞ് മനഃപൂർവ്വമാണ് ഇവിടെ അഹാന അപ്പച്ചി അവിടെ നിന്ന് മാറ്റുന്നത്. അന്തസ് വേണോടാ അന്തസ്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. അന്നേരം അവിടെ നിന്ന് അപ്പച്ചി നിങ്ങൾ അപ്പുറത്ത് പോയി ഇരിക്കുമെന്നും പറഞ്ഞ് അപ്പച്ചി അവിടെ നിന്നും അഹാന മാറ്റി നിർത്തുന്നുണ്ട്. അതാണ് അഹാന വീണ്ടും എയറിലാവാൻ കാരണം. മുന്നിൽ ഡെക്കറേഷന് വേണ്ടി വെച്ച കപ്പ് കേക്ക് ഇവരെടുക്കാൻ നോക്കുന്നുണ്ട്, ആരും അപ്പച്ചി എടുക്കാൻ നോക്കുന്നുണ്ട്. അന്നേരം ഇഷാൻ ഈ പറഞ്ഞ അപ്പച്ചിയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. ഈ നാടിത് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ? അപ്പച്ചി ആ കേക്ക് കണ്ടപ്പോ തിന്നാനാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് എടുക്കാൻ നോക്കി. ഇഷാൻ അതിനെ തടഞ്ഞു. അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. ഇനി ഇതിന് ശേഷമാണ് അപ്പച്ചിയോട് ഈ പറയുന്ന അഹാന അപ്പുറത്ത് പോയിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഇവരെന്തോ സ്റ്റേജിലിട്ട് അപ്പച്ചിയെ തട്ടി കളിക്കുന്ന പോലെയാണ് മൊത്തത്തിൽ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത്. ആദ്യം വലത്തുഭാഗത്ത് ഇരുന്ന അപ്പച്ചിയെ നടത്തിച്ച് എടുത്ത ഭാഗത്തേക്ക് കൊണ്ട് നിർത്തി, അവിടുന്ന് ഫ്രെയിമിൽ നിന്ന് പുറത്താക്കി. എന്തോന്നോടെ ഇതൊക്കെ ഒരു ജീവപര്യന്തം എത്ര വർഷം അറിയാമോ? അങ്ങനെ ഇത്ര വർഷമൊന്നുമില്ല, എത്ര വർഷം വേണോ ആകാം. എന്തായാലും മിനിമം ഒരു 15 കൊല്ലം വരും. എന്തിനാ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി? അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ച് കേക്ക് മുറിക്കും. അതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി കേക്ക് മുറിക്കും. ഇത് അമ്മ മാത്രം കേക്ക് മുറിക്കുന്നു, അച്ഛൻ അവിടെ സൈഡിൽ നിന്ന് കൈയടിക്കുന്നു. ഇതാണ് ഇവരുടെ സീന് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഞാൻ കാണുന്നത്, ആദ്യത്തേതും അവസാനത്തേതും. ഇതൊക്കെ കാണുന്ന സമയത്ത് അശ്വിൻ എന്താ അവിടെ അതിഥിയായിട്ട് വിളിച്ചു വരുത്തിയ പോലെയുണ്ട്. സ്വന്തം മോന്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്, മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ്, അപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് കൈയടിക്കുകയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഇതിനും വലിയൊരു ഇൻസൾട്ട് ഒരു അച്ഛൻ ഇനി എങ്ങനെയാണ് കിട്ടാനുള്ളത് അല്ലേ? പിന്നെ അശ്വിൻ ഇതൊക്കെ ചെയ്യാറുണ്ട്, പിന്നെ കുഴപ്പമില്ല, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂ. ഈ ആണുങ്ങൾക്കൊരു നിലയും വിലയുണ്ട്, അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. വരട്ടെ. ഇനി ഇവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ വ്ളോഗിൽ എവിടെയും അശ്വിന്റെ വീട്ടുകാരെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കുട്ടീന്റെ അച്ഛന്റെ വീട്ടുകാര് ഫ്രെയിമിലേ ഇല്ല. കല്യാണത്തിന് വന്ന കാല് തല്ലി ഓടിക്കുന്ന നീ തന്നെയാണ് പറഞ്ഞത് ദ്രോഹി. ഞാനങ്ങനെ പറഞ്ഞു വെച്ച് നീ എന്താ കല്യാണത്തിന് വരാതിരുന്നത്? അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വരൂ? അച്ഛന്റെ വീട്ടുകാർ നിങ്ങൾക്ക് മഷിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഫുൾ അമ്മേന്റെ വീട്ടുകാർ മാത്രം. അച്ഛന്റെ വീട്ടുകാർ എവർ മനഃപൂർവ്വം ബർത്ത്ഡേ സെലിബ്രേഷനിൽ നിന്നും ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.